അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ്. അല്ലാഹു എല്ലാവർക്കും ബറക്കത്ത് ചെയ്യുമാറാവട്ടെ. നമുക്കിടയിൽ വസ്വാസ് കൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട്. എന്താണ് വസ്വാസ്? എങ്ങനെയാണ് ഇത് ഉണ്ടാകുന്നത്? ഒക്കെ വലിയ വിഷയങ്ങളാണ്. നമുക്കറിയാം, നമ്മൾ ദിനേന പലരെയും കാണുന്നവരാണ് വസ്വാസുള്ളവരെ. വുളൂഇല്, നിസ്കാരത്തില്, അല്ലെങ്കിൽ മറ്റു പല വിഷയങ്ങൾ സംശയമായിട്ടുണ്ടാവും, സംശയരോഗപരമായിട്ടൊക്കെ നമ്മൾ പറയാറുണ്ട് പലരെയും കുറിച്ച്. ഇതൊക്കെ ഒരു വസ്വാസിന്റെ ഭാഗങ്ങളാണ്. അപ്പോൾ അതൊരു ശൈത്താനിയായ വിഷയത്തിൽ നിന്നുണ്ടാകുന്നതാണ് ഈ വസ്വാസി എന്നുള്ളത്. ചിലർക്ക് ചെറുപ്പം മുതലേ ഉണ്ടാകും, ചിലർക്ക് ചില പ്രായത്തിൽ ചില സംഭവങ്ങൾക്ക് ശേഷം ഉണ്ടായിത്തീരുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അമിതമായ ചിന്ത വരുമെന്നുള്ളതാണ് ഇവർക്ക്. അനാവശ്യമായ ഓരോ വിഷയത്തില് അമിതമായി ചിന്തിക്കുക എന്നുള്ളതാണ്. കാര്യമുള്ളതിന് ചിന്തിക്കുക എന്നുള്ളതല്ല, അനാവശ്യമായി ചിന്തിക്കുക. അങ്ങനെ ചിന്തിച്ച് കാട് കയറി എന്താ പറയുക, ടെൻഷനാകുന്ന അല്ലെങ്കിൽ ഇത്തരം വസ്വാസ ചിന്താഗതി വരുന്ന ആളുകൾ പല വിഷയങ്ങളിലും ഇപ്പൊ ഒരുപാട് പേര് നമ്മോട് തന്നെ പരാതി പറയാറുണ്ട്. അവൻ ബാത്റൂമിൽ കയറിയാൽ ഒരുപാട് നേരം അവിടെ തന്നെ ഇരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരുപാട് വെള്ളം കുളിക്കാനൊക്കെ ഒരുപാട് വെള്ളം ഉപയോഗിക്കുകയാണ്, നിസ്കരിക്കാൻ നിന്നാൽ കുറേ സമയം എടുക്കുന്നു, ഉളൂ എടുക്കാൻ തന്നെ അങ്ങനെ എടുത്ത കഴുകിയ അവയവൻ തന്നെ പിന്നെയും കഴുകിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഈ വസ്വാസിന്റെ കാര്യങ്ങൾ പല വിഷയങ്ങളിൽ കാണാൻ കഴിയും. എന്താണ് ഇതിനൊരു പരിഹാരം? ഒരുപാട് രക്ഷിതാക്കൾ ഇതുകൊണ്ട് പ്രയാസം അനുഭവിക്കുന്നവരുണ്ട്. ചിലർക്ക് ഈ റൂഹാനിയായ വിഷയങ്ങളെ കൊണ്ടൊക്കെയാണ് അധികം ഈ വസ്വാസപരമായ കാര്യങ്ങൾ വരാം. ഇത്തരം വസ്വാസപരമായ ചിന്താഗതികൾക്ക് നമ്മൾ ആത്മീയമായ ചികിത്സ തേടുന്നതോട് കൂടെ തന്നെ നമ്മൾ എന്താവണം, പ്രാക്ടിക്കലായിട്ടും ജീവിതത്തിൽ ഇത് മാറ്റി വരാനുള്ള ഒരു പ്രാക്ടീസ് നമ്മൾ കൊടുക്കുക തന്നെ വേണം. അങ്ങനെ ഓൾക്കൊരു പോസിറ്റീവ് എനർജി ലഭിക്കുന്ന രൂപത്തിൽ പ്രാക്ടിക്കലായും കൂടി ശ്രമിക്കുമ്പോൾ ഈ ആത്മീയമായ പരിഹാരം ചെയ്യുന്നതോടുകൂടെ പ്രാക്ടിക്കലായി ചെയ്യുമ്പോൾ പെട്ടെന്ന് ഫലം കാണും. അപ്പൊ ഇത്തരം വലിയ ഫലം ലഭിക്കുന്ന ആത്മീയമായ വഴികൾ ഞാൻ പറഞ്ഞു തരാം. ആയത്തുൽ കുർസി ദിവസവും 17 തവണ അല്ലെങ്കിൽ 57 തവണ പതിവാക്കുക എന്നുള്ളതാണ്. ആയത്തുൽ കുർസി എത്രയും ചെല്ലാൻ കഴിയും അത്രയും ദിവസം ചെല്ലുക. അപ്പോൾ ഇത്തരം ശൈത്താനിയായ വിഷയങ്ങളിൽ നിന്ന് വലിയ സലാമത്ത് ലഭിക്കും. രണ്ടാമത് ഒരു വിഷയം ഒരു ആയത്താണ്. ഈ ആയത്ത് നല്ല ഒരു പാത്രത്തിൽ, ഒരു പിഞ്ഞാണത്തിൽ എഴുതി നല്ല ശുദ്ധമായ വെള്ളം കൊണ്ട് മായ്ച്ചുകൊണ്ട് ഇടവിടാതെ 3 ദിവസം വെറും വയറ്റിൽ കുടിച്ചാൽ നിസ്കാരത്തില്, വുളൂഇല് പോലത്തെ വിഷയങ്ങളിൽ ഉണ്ടാകുന്ന വസ്വാസ ചിന്താഗതി മാറിക്കിട്ടുമെന്ന് മഹാന്മാര് പഠിപ്പിച്ചിട്ടുണ്ട്. വലിയ ഫലം ലഭിക്കുന്ന, പ്രത്യേകിച്ച് നിസ്കാരത്തിലും വുളൂഇലും ഒക്കെ ഉണ്ടാകുന്ന ഇത്തരം വസ്വാസ ചിന്താഗതി മാറിക്കിട്ടുമെന്ന് മഹാന്മാര് പറഞ്ഞൊരു അമലാണ്. ഏതാണ് ആ ആയത്ത്? സൂറത്തുൽ മാഇദയിലെ 7-8 ആയത്തുകളാണ്. വദ്കുറു നിഅമത്തല്ലാഹി അലൈക്കും എന്ന് തുടങ്ങി ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ എന്നതുവരെയുള്ള ഈ 2 ആയത്തുകൾ നല്ലൊരു വൃത്തിയുള്ള പിഞ്ഞാണത്തിൽ എഴുതി നല്ല വെള്ളം കൊണ്ട് മായ്ച്ച്, ശുദ്ധമായ വെള്ളം കൊണ്ട് മായ്ച്ച് ഇടവിടാതെ 3 ദിവസം വെറും വയറ്റിൽ കുടിച്ചാൽ വലിയ ഫലം ലഭിക്കും. അപ്പോൾ ഈ അമൽ ചെയ്യുന്നതോടുകൂടെ തന്നെ നമ്മൾ പ്രാക്ടിക്കലായിട്ട് ഉളൂ ചെയ്യുമ്പോൾ, നിസ്കരിക്കുമ്പോഴൊക്കെ ആ സ്വഭാവം നമ്മൾ മാറ്റിയെടുക്കാൻ ശ്രമിച്ചാൽ പെട്ടെന്ന് അതിന് നമുക്ക് സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ അത് അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക. ഇനി നമുക്കറിയാം, വീട്ടില് വസ്വാസ ചിന്താഗതിയുള്ള അല്ലെങ്കിൽ റുഹാനിയത്തിന്റെ ബുദ്ധിമുട്ടുള്ളവരുണ്ടാവും. ഇവരെ ഖുർആൻ നിരന്തരമായി മന്ത്രിക്കുന്നത് കൊണ്ട് വലിയ ഫലം ലഭിക്കും എന്നുള്ളതാണ്. അങ്ങനെ മന്ത്രിക്കേണ്ട, അതിനുതകുന്ന ഓരോന്നിനും ഓരോ സ്യൂട്ടബിളായ സൂറത്തുകളും ആയത്തുകളും ഒക്കെ ഖുർആനിലുണ്ടല്ലോ. അപ്പൊ അത്തരം വിഷയങ്ങൾ, വസ്വാസിന്റെ ചിന്താഗതി ഉള്ളവരെ മന്ത്രിക്കാൻ മഹാന്മാര് പഠിപ്പിച്ച ഒരായത്താണ് ഈ പറയുന്നത്. സൂറത്തുൽ ഇസ്രാഇന്റെ 45-ാമത്തെ ആയത്ത്. وَإِذَا قَرَأْتَ الْقُرْآنَ جَعَلْنَا بَيْنَكَ وَبَيْنَ الَّذِينَ لَا يُؤْمِنُونَ بِالْآخِرَةِ حِجَابًا مَسْتُورًا. ശേഷം സൂറത്തു തൗബയിലെ അവസാന ആയത്ത് فَإِن تَوَلَّوْا فَقُلْ حَسْبِيَ اللَّهُ لَا إِلَهَ إِلَّا هُوَ عَلَيْهِ تَوَكَّلْتُ وَهُوَ رَبُّ الْعَرْشِ الْعَظِيمِ
ഈ ആയത്തും മന്ത്രിക്കുക. അതോടുകൂടെ ഫസക്ഫീകുമുല്ലാഹു വസ്സമീഉൽ അലീം എന്ന ആയത്തും മന്ത്രിച്ച് ഓതി കൊടുക്കുക. ഇത് നിരന്തരമായി ചെയ്തു കൊടുക്കുക. അപ്പം ഇത്തരം വിഷയങ്ങളിൽ മാറ്റം വരുത്താൻ ഈ വസ്വാസ ചിന്താഗതിയുള്ള ആൾക്ക് കഴിയും എന്നുള്ളതാണ് മഹാന്മാർ പഠിപ്പിച്ചത്. ഇൻഷാ അല്ലാഹ് ഇത്തരം ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് പേര് നമുക്ക് ഇടയിലുണ്ട്. പലർക്കും, പല രക്ഷിതാക്കളും ഇതുകൊണ്ട് വിഷമം അനുഭവിക്കുകയാണ്. പല ജോലികളാവട്ടെ, വിവാഹ വിഷയങ്ങളാവട്ടെ ഒക്കെ മുടക്കം സംഭവിക്കുന്നവരുണ്ട് ഇത്തരം വിഷയങ്ങളെ കൊണ്ടൊക്കെ. ഇതിൻ്റെ ഏറ്റവും കൂടിയ ഇനങ്ങളുണ്ട്. സംശയരോഗം, അത് കാരണം എത്രയോ ത്വലാഖുകൾ സംഭവിക്കുന്ന അവസ്ഥ. അപ്പോൾ അതൊക്കെ നമ്മൾ ചെറുപ്പത്തിലേ ഇത് മാറ്റിയെടുക്കേണ്ട വിഷയങ്ങളാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത്തരം വിഷയങ്ങളുള്ളവർക്കൊക്കെ വലിയ സലാമത്ത് അള്ളാഹു നൽകുമാറാവട്ടെ, അള്ളാഹു ഷിഫ നൽകുമാറാവട്ടെ. നമ്മൾ പറഞ്ഞതും നിങ്ങൾ കേട്ടതുമൊക്കെ അള്ളാഹു സ്വാലിഹായ അമലായ അള്ളാഹു ഖബൂൽ ചെയ്യുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.